ടു സെഡ് ഭാഗങ്ങൾ നമ്മൾ ഈ വണ്ടിയുടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതായത് ഈ ഒരു വണ്ടീനെ പുതിയൊരു വണ്ടിയുടെ പെർഫോമൻസിലേക്ക് മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള വർക്കാണ് ഗൈസ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. എഞ്ചിന് കുറച്ച് കാലത്തേക്ക് ഓടാൻ വേണ്ടി നമ്മൾ ഇതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് കുറച്ച് കാലം ഓടിക്കുമ്പോൾ കംപ്ലൈൻസ് പെട്ടെന്ന് വരരുത്, ആ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നോക്കിയപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക്, ഞാൻ റാസി. ഇന്ന് നമ്മുടെ പിറകിലുള്ള ആൾട്ടോ നമുക്ക് യൂട്യൂബ് ആങ്കറിലൂടെ വന്നിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. മേജർ സർവീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ടു സെഡ് ഭാഗങ്ങൾ നമ്മൾ ഈ വണ്ടിയുടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതായത് ഈ ഒരു വണ്ടീനെ പുതിയൊരു വണ്ടിയുടെ പെർഫോമൻസിലേക്ക് മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള വർക്കാണ് ഗൈസ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഇതിന്റെ ഓണറുടെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയാം, അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഇതിന്റെ എഞ്ചിൻ റൂം പെയിന്റ് ചെയ്യണം എന്നുള്ളതാണ്, എഞ്ചിൻ ബേ. അപ്പം എഞ്ചിൻ ബേ പെയിന്റ് ചെയ്യാൻ പറഞ്ഞു. നെക്സ്റ്റ് വൺ കേസ് ഇതിന്റെ AC പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ ഓണറുടെ സൈഡിൽ നിന്ന് പറഞ്ഞത്. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ എഞ്ചിൻ ഇറക്കിയ ശേഷം നോക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാറാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന്റെ ഓണർ റേഡിയേറ്റർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഹീറ്റർ കോറും ഫിക്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു വാഹനം നമ്മളെ ഗ്യാരേജിൽ വന്ന സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് ഇൻസ്പെക്ട് ചെയ്തു. അപ്പം ഇത് അഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ വണ്ടി ഓടിച്ചു നോക്കിയപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് വളരെ കുറവാണ്, ഹാൻഡ് ബ്രേക്ക് ഇല്ല എന്ന് പറയാം, കേബിൾ പൊട്ടി കിടക്കുവാണ്. നെക്സ്റ്റ് വൺ കേസ് ഇതിന്റെ ക്ലച്ചാണ്, അതായത് ക്ലച്ച് നല്ല ടൈറ്റ് ആണ്, ഗിയർ ഒന്നും പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ആവുന്നില്ല. അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഗിയർ ബോക്സ് തന്നെ ഫുള്ളായിട്ട് മാറേണ്ടി വരും. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിന്റെ AC ആണ്. AC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, തണുപ്പ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗ്ലാസ് താഴ്ത്തിയിട്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്, ഫുൾ പൊടിയാണ് വണ്ടിയുടെ ഉള്ളിലൊക്കെ. അപ്പം നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ ഈ വാഹനത്തിന് കൊടുത്ത ട്രീറ്റ്മെന്റും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഞാൻ റാസി. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ എൻജിൻ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പം എൻജിൻ പുറത്തേക്ക് എടുത്ത സമയത്ത് നമ്മൾ നോക്കുന്നത് ഈ ഒരു എൻജിന് കുറച്ച് കാലത്തേക്ക് ഓടാൻ വേണ്ടി നമ്മൾ ഇതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് കുറച്ച് കാലം ഓടിക്കുമ്പോൾ കംപ്ലൈൻസ് പെട്ടെന്ന് വരരുത്, ആ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നോക്കിയപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ക്ലച്ച് അഴിച്ചു. ക്ലച്ച് മാറാൻ എന്തായാലും തീരുമാനമായി, കാരണം ക്ലച്ച് പഴക്കമുള്ള ക്ലച്ചാണ്, മാത്രമല്ല ക്വാളിറ്റി ഉള്ള ക്ലച്ചല്ല, ക്വാളിറ്റി ഇല്ലാത്ത ക്ലച്ചാണ്. അപ്പോൾ ക്ലച്ച് നമ്മൾ അഴിച്ചു. തൊട്ടു പിറകിൽ ഫ്ലൈ വീൽ അഴിച്ചു. ഫ്ലൈ വീലിന്റെ ബാക്ക് സൈഡിൽ റിയർ മെയിൻ സീൽ ഉണ്ട്, അതായത് നമ്മുടെ എഞ്ചിന്റെ റിയർ ക്രാങ്ക് ഷാഫ്റ്റിന്റെ സീലാണ്. ആ ഒരു സീല് ലീക്കാട്ടോ. അപ്പം ഈ സീല് ലീക്ക് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്ന സമയത്താണ് ഇതുപോലെയുള്ള സീല്, ഓറിങ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വരിക. കാരണം ഈ ഒരു സാധനങ്ങൾക്കൊക്കെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചറിന്റെ മേലേക്ക് വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള സീലുകളൊക്കെ വീക്ക് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതിന്റെ മുമ്പ് ഈ വണ്ടി ഓവർ ഹീറ്റ് ആയിട്ടുണ്ട്, ഇതിന്റെ ഹെഡ് ഗ്യാസ്കറ്റ് ഒക്കെ റീപ്ലേസ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ റിയർ മെയിൻ സീല് നമ്മൾ റീപ്ലേസ് ചെയ്തു. റിയർ മെയിൻ സീലൊക്കെ റീപ്ലേസ് ചെയ്തു പ്രോപ്പറായിട്ട്. അതുപോലെ തന്നെ ക്രാങ്ക് കേസ് നമ്മൾ അഴിച്ചു, അതിന്റെ സ്റ്റെയിനറും അഴിച്ചു. അപ്പോൾ നമ്മൾ ഈ ക്രാങ്ക് കേസ് നോക്കിയപ്പോൾ അതിൽ കുറച്ചൊക്കെ സ്ലഡ്ജ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള വണ്ടി, 2011 വണ്ടി, ഇപ്പോൾ ഏകദേശം 14 വർഷമൊക്കെ പഴക്കമായി. അപ്പം പഴക്കമുള്ള വണ്ടി ആകുമ്പോൾ കുറച്ച് മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്ന ഓണർ അതിന്റെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ടൈമിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല. അപ്പം എന്തായാലും കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടുണ്ടാവണം, അതുകൊണ്ട് ചെറിയ രീതിയിൽ സ്ലഡ്ജ് ഉണ്ട് ക്രാങ്ക് കേസിൽ. മാത്രമല്ല സ്റ്റെയിനർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റെയിനറിന്റെ മാക്സിമം ഹോളുകളും ബ്ലോക്കാണ്. അതായത് ഇതിന്റെ ഓയിൽ പമ്പിന് കറക്റ്റായിട്ട് ഓയിൽ സക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കുറഞ്ഞ ഓയിൽ മാത്രമേ ഉള്ളൂ നമ്മളെ എഞ്ചിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വരുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ഒരു സ്റ്റെയിനറും അതുപോലെ തന്നെ ക്രാങ്ക് കേസും പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തു, പക്കയാക്കി ക്ലീൻ ചെയ്തു. അതിനുശേഷം സ്റ്റെയിനറിന് ഒരു ഓറിങ് വരുന്നുണ്ട്. ആ ഓറിങ് നമ്മൾ മാറിയില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഹാർഡായി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഓയിൽ സക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഓയിൽ പമ്പിന് സക്ക് ചെയ്യുമ്പം അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ കറക്റ്റായിട്ട് ഓയിൽ സക്കാവില്ല. അപ്പം എൻജിൻ പണി പെട്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ റിങ് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു 10-20 രൂപയുള്ള സാധനമാണ്, ആ സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എൻജിൻ പണി വരും. ഗൈസ്, നമ്മൾ ആ ഒരു റിങ് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ എൻജിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ക്രാങ്കിൻ്റെ സീല്, ക്യാമിൻ്റെ സീല്, അതുപോലെ തന്നെ വാട്ടർ പമ്പ് നമ്മൾ അയച്ചപ്പം വാട്ടർ പമ്പ് പുതിയതാണ്, വലിയ പഴക്കമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പാക്കിങ് അതുപോലെ തന്നെ സീറ്റ് ആവുന്ന ഏരിയകളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് പ്രോപ്പറായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തു. അതിനുശേഷം പുതിയ പാക്കിങ് വെച്ചു, വാട്ടർ പമ്പ് ഫിക്സ് ചെയ്തു. ക്രാങ്കിൻ്റെ സീല് മാറിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. ക്രാങ്കിൻ്റെ സീല് നമ്മൾ മാറി പുതിയതിട്ടു.
അതുപോലെ തന്നെ ക്യാമിൻ്റെ സീല് മുമ്പ് എന്തോ ഒരു വർക്ക് ചെയ്ത സമയത്ത് ഫിക്സ് ചെയ്ത സീലാണ്, പക്ഷെ കുറച്ചൊന്ന് ചരിഞ്ഞിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ആ സീലിന് അധികം ലൈഫ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ക്യാമിൻ്റെ സീല് നമ്മൾ റീപ്ലേസ് ചെയ്തു. നെക്സ്റ്റ് വൺ ഗെയ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ടൈമിംഗ് ബെൽറ്റ്. ടൈമിംഗ് ബെൽറ്റ് നോക്കിയപ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറിയിട്ടില്ല എന്നാണ് തോന്നുന്നത്, കാരണം നല്ല പഴക്കമുണ്ട് ബെൽറ്റ് കണ്ട. അതുപോലെ തന്നെ ടെൻഷനറും, ടൈമിംഗ് ബെൽറ്റിൻ്റെ ടെൻഷനറും നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പം സേഫായി, കാരണം നിങ്ങൾക്കറിയാം ടൈമിംഗ് ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഹെഡ് അഴിക്കേണ്ടി വരും, വാൽവ് ചെയ്യേണ്ടി വരും, ചില കേസുകളിൽ പിസ്റ്റൺ വരെ പൊട്ടിപ്പോയ കേസുകളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ഭാഗങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ ഇതിൻ്റെ വാൽ കവർ പാക്കിംഗ് ആണ്. അത് ഈ പാർട്സുകളെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്തത് മാരുതിയുടെ ജെനുവിൻ പാർട്സുകളാട്ടോ. ഓക്കെ, അപ്പം ആ ഒരു എഞ്ചിന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. അതായത് റിയർ മെയിൻ സീല്, പിന്നെ നമ്മുടെ ക്യാമിൻ്റെയും ക്രാങ്കിൻ്റെയും സീല്, സ്റ്റെയിനർ, പിന്നെ ക്രാങ്ക് കേസ്, ടൈമിംഗ് ബെൽറ്റ്, ടെൻഷനർ, വാട്ടർ പമ്പിൻ്റെ പാക്കിങ്, വാൽ കവറിൻ്റെ പാക്കിങ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഞ്ചിന് ചെയ്ത്. ഓക്കെ, അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ആണ്, ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സ് നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ ഷിഫ്റ്ററിൻ്റെ ഒരു സീലുണ്ട്, ആ ഒരു സീല് ലീക്കാണ്. ആ ഒരു റാഡ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വലിയ പഴക്കം തോന്നുന്നില്ല, ആ റാഡ് മാറിയിട്ടുള്ളതാണ്. കാരണം ഏറെക്കുറെ ആൾട്ടോകൾക്കൊക്കെ കംപ്ലൈൻറ്റ് വരുന്ന ഒരു റാഡാണത്. അപ്പോൾ നമ്മൾ ആ മാറിയ സമയത്ത് അവർ ആ സീല് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ അയക്കേണ്ടി വരില്ലായിരുന്നു. അതായത് അതിൻ്റെ ഷിഫ്റ്റർ കാര്യങ്ങൾ ഒരുപാട് സാധനങ്ങൾ അയക്കണം, പിന്നെ നല്ല ടൈം കൊടുക്കും ആ ഒരു വർക്ക് ചെയ്യാൻ. അപ്പം ആ സീലിൻ്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ആകെ 30 രൂപ മാത്രമേ ആ സീലിന് പ്രൈസ് ഉള്ളൂ. പക്ഷെ അത് അയക്കണം എന്നുണ്ടെങ്കിൽ അത് ഏകദേശം അയച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കുന്ന ഒരു വർക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ആക്സിലിൻ്റെ സീലുകൾ, ഓയിൽ സീല് ആക്സിലിൻ്റെ, ആ 2 സീലും നമ്മൾ റീപ്ലേസ് ചെയ്തു. പിന്നെ നമ്മൾ വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്ത ക്ലച്ച് വാലിയോയുടെ ക്ലച്ചാണ്. വാലിയോയുടെ ക്ലച്ച് നിങ്ങൾക്കറിയാം, നല്ല ക്ലച്ചാണ്. മാരുതി വണ്ടികളിലെല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലച്ചാണ്. മുന്നേ യൂസ് ചെയ്തിരുന്ന ക്ലച്ചിന് ഫിംഗേഴ്സിൻ്റെ എണ്ണം കുറവാണ്. അപ്പം ഫിംഗേഴ്സിൻ്റെ മീൻസ് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ എണ്ണം കുറയുമ്പോൾ പ്രോപ്പറായിട്ട് അവിടെ ലോഡ് കൂടും, അതാണ് സംഭവിക്കുന്നത്. ഫിംഗേഴ്സിൻ്റെ എണ്ണം കുറവാണ് മുമ്പുണ്ടായിരുന്ന ക്ലച്ചിൽ. പുതിയ ക്ലച്ച് വാല്യൂ ആയതുകൊണ്ട് തന്നെ അതിൽ ഫിംഗേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലച്ച് ചവിട്ടുമ്പോൾ കാലിന് വേദന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് നമ്മൾ മാറ്റി, ബെൽ ഹൗസിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുത്തു, ഗിയർ ബോക്സിൻ്റെ ഉൾഭാഗമൊക്കെ. പിന്നെ ഫ്ലൈ വീലിൽ ഒരു ബിയറിംഗ് വരുന്നുണ്ട്, അതും മാറി. ഓക്കെ, അപ്പം എഞ്ചിനും ഗിയർ ബോക്സും സെറ്റായി. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു ആക്സിൽ ബൂട്ടിന് ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പം ആക്സിൽ ബൂട്ടിന് ക്രാക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ബൂട്ട് അവിടെ ചേഞ്ച് ചെയ്തു. കാരണം ഇപ്പം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഈസിയാണ്, പിന്നീടാവുമ്പം കുറച്ച് ടാസ്ക് ആയിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം അഴിച്ചു വെച്ചതായതുകൊണ്ട് തന്നെ ആക്സിലിൻ്റെ ബൂട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റേഡിയേറ്റർ ഈ വണ്ടിയുടെ റേഡിയേറ്റർ എന്തായാലും നല്ല പഴക്കമുള്ള റേഡിയേറ്ററാണ്. ഇതിൻ്റെ ഓണർ തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് റേഡിയേറ്റർ മാറാൻ. കാരണം നമ്മൾ ആ ഒരു എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ അഴിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റേഡിയേറ്റർ ഇതിൻ്റെ റീപ്ലേസ് ചെയ്തു. ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് 90% ബ്ലോക്ക് ഉണ്ടാവും, കാരണം മുമ്പ് കുറച്ച് സമയം വെള്ളത്തിൽ ഈ വണ്ടി ഓടിയിട്ടുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ആ ഒരു റേഡിയേറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്തു ഗൈസ്. അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ഇതിലുണ്ടായിരുന്നത് കുറച്ചൊരു കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ബൂസ്റ്റർ അതുപോലെ തന്നെ ലൈനുകളൊക്കെ അയച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് ടോപ്പപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 4 വീലും നമ്മൾ ബീഡ് ചെയ്തു, ഫുള്ള് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു, ഫ്രഷ് ഫ്ലൂയിഡ് ആക്കിയിട്ടുണ്ട് ബ്രേക്കിൻ്റെ. ഓക്കെ, പിന്നെ ഹീറ്ററിൻ്റെ ഹോസ് ഉണ്ട്, ഇതിൻ്റെ ഹീറ്റർ കോറിൻ്റെ 2 ഹോസുകൾ മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഏകദേശം ഇത്രയും വർക്കുകളാണ് നമ്മൾ എൻജിൻ സൈഡിൽ ചെയ്ത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ AC ആണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ എൻജിൻ ബേ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻജിൻ ഇറക്കിയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമ്മുടെ ഈ AC യുടെ ആ ഒരു ബ്ലോവർ അസംബ്ലി വരുന്നതിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് ഒരു ഹോൾ ഉണ്ടായിരുന്നു ചെറിയ. അപ്പം അതൊക്കെ നമ്മൾ പെയിൻറ്റേഴ്സിൻ്റെ വർക്കാണ്, അവരത് പ്രോപ്പറായിട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ഉള്ളിൽ ക്യാബിൻ ഫിൽറ്റർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് 2011 വണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ 2025 ഇത്രയും വർഷങ്ങളുടെ ഇടയ്ക്ക് സർവീസ് ചെയ്ത ആരും തന്നെ അവിടെ ഒരു AC-യുടെ ഫിൽറ്റർ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് അവിടെ പ്രോപ്പറായിട്ട് ഫിൽറ്റർ കൊടുത്തു AC-യുടെ. അപ്പം അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ആ ഒരു ഫിൽറ്റർ വരെ മാത്രമേ ഡസ്റ്റ് വരുള്ളൂ, അകത്തേക്കൊന്നും പോവില്ല. അപ്പോൾ അവിടെ ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ശരിക്കും നല്ല ടൈം എടുത്തിട്ടുണ്ട്. ബ്ലോവർ അസംബ്ലി എല്ലാം പീസ് ബൈ പീസ് ആയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബ്ലോവർ ഫാനിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഡസ്റ്റ് ഉണ്ടായിരുന്നു, ഡെപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം അവിടെ ഡെപ്പോസിറ്റ് കൂടി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എയർ ബ്ലോ ചെയ്യാൻ പറ്റില്ല അതിന്.
അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഹീറ്റർ കോർ ഈ വണ്ടിയിലുള്ളത് ലീക്ക് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, പുതിയ ഹീറ്റർ കോർ ഈ ഒരു വണ്ടിക്ക് ഫിക്സ് ചെയ്തു. അങ്ങനെ ആ ഒരു ഏരിയ എല്ലാം കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാൻ ഇതിൻ്റെ ഇവാപ്പറേറ്റർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല ഇപ്പം, അതായത് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടതാട്ടോ. മുമ്പ് ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി ബ്ലോക്കാണ്. ഈ വണ്ടി ഇറക്കിയ കാലത്തുള്ള ഇവാപ്പറേറ്ററാണ് ഇപ്പോൾ ഈ വണ്ടിയിലുള്ളത്. അപ്പോൾ നമ്മളത് മാറാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വാഹനം ഇതിൻ്റെ ഓണർ ഇതുവരെ ഇതിൽ AC ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇതിൻ്റെ കംപ്രസർ കാര്യങ്ങളൊക്കെ പ്രോപ്പർ വർക്കിംഗ് ആണോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഇപ്പോൾ ഇവാപ്പറേറ്ററിന് ഏകദേശം ഒരു 3500-3000 രൂപ ഒക്കെ കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം നമ്മൾ തീരുമാനിച്ച കാര്യം, ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇവാപ്പറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ട് ഗ്യാസ് ഒക്കെ ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ കൂളിംഗ് ഓക്കെ ആണെങ്കിൽ മീൻസ് കുറച്ച് കഴിഞ്ഞിട്ട് മാറാന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവാപ്പറേറ്റർ ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഡാഷ് അയച്ചപ്പോൾ നല്ല ഡസ്റ്റ് ആയിരുന്നു, ഡാഷിൻ്റെ ഉള്ളിലെല്ലാം ഡസ്റ്റ് ആയിരുന്നു. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്തു. നല്ല ടൈം എടുത്താൽ ചെയ്ത്. വേറെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഓണറോട് പറഞ്ഞതിലും കുറച്ച് കൂടുതൽ സമയം ഈ വണ്ടിക്ക് എടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, കാരണം നമ്മൾ വിചാരിച്ച പോലെ ഈസി ആയിട്ട് വർക്കുകൾ തീർന്നിട്ടില്ല. കാരണം നല്ല ടൈം എടുത്തു ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെറിയ ടൈം എടുക്കുമെന്ന് വിചാരിച്ചാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മാക്സിമം ഒരുപാട് ലേറ്റ് ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പം ഇതിന് ഓണറെ വിളിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ ഗൈസ്, ഇത്രയും വർക്കുകളാണ് നമ്മൾ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഉച്ച സമയത്ത് ഈ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഉച്ച സമയത്താണ് കൂടുതൽ ഇതിൻ്റെ ഓണർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഉച്ച സമയത്ത് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി എവിടെയെങ്കിലും ഒക്കെ ചെന്ന് വണ്ടി സ്റ്റോപ്പ് ആവും. പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. പിന്നെ 10-15 മിനിറ്റ് കഴിഞ്ഞാലുള്ളൂ ഈ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു കംപ്ലയിൻറ്റ് ഫൈൻഡ് ചെയ്യാൻ തന്നെ ഞങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. അതൊരു ഇലക്ട്രിക്കൽ ഫാൾട്ടാണ്. അതായത് ചിലപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ പമ്പ്, അതായത് ഫ്യൂവൽ പമ്പ് ഫെയിൽ ആവാം, ചിലപ്പോൾ ECM ഫെയിൽ ആവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. വയറിംഗ് കിറ്റിൽ എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റ് വന്നാൽ വരാം. അങ്ങനെ ആ ഒരു കംപ്ലയിൻറ്റ് ഞങ്ങൾ ഫൈൻഡ് ചെയ്തു. അത് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിലുള്ള ഒരു കണക്ടർ വരുന്നുണ്ട്, നമ്മുടെ ഫ്യൂവൽ പമ്പിലേക്ക് പോകുന്ന കണക്ടർ. അതിൽ പോസിറ്റീവ് ലൈനിൽ കൊറോഷൻ ആയിരുന്നു. അവിടെ കൊറോഷൻ വന്നിട്ടാണ് ആ സമയത്ത് കോണ്ടാക്റ്റ് കിട്ടുന്നില്ല. ഞങ്ങളത് ഫിക്സ് ചെയ്ത ശേഷം ഞങ്ങൾ കുറേ ഡ്രൈവ് ചെയ്തു. പക്ഷേ ആ ഒരു പ്രോബ്ലം പിന്നെ റിപ്പീറ്റ് ആയിട്ടേ ഇല്ല കേട്ടോ. അപ്പം ആ ഒരു കാര്യം കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെയുള്ള കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല എവിടെ പ്രശ്നമുള്ളത്. ഓക്കെ, അപ്പം ഞങ്ങൾ ഹാപ്പിയാണ്. ആ ഒരു പ്രോബ്ലം ഞങ്ങൾ ഫൈൻഡ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ AC ഫുൾ പെർഫെക്റ്റ് ആണ്. അതായത് നിങ്ങൾ പുതിയ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് AC ഫീൽ ചെയ്യുക, ആ സെയിം AC ആണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് ഒരുപാട് മാറിപ്പോയി. ഗിയറൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാം. ക്ലച്ച് മാറി. ഓക്കെ, അപ്പം ഈ വണ്ടി ഫുൾ പെർഫെക്റ്റ് ആണ്. അപ്പം മേജർ സർവീസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് വന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഉണ്ടാവും. ചില വണ്ടികളിൽ ഒരുപാട് പാർട്സ് മാറ്റാനുണ്ടാവും, ചില വണ്ടികളിൽ അധികം പാർട്സ് ഒന്നും മാറാനുണ്ടാവില്ല. അപ്പം ഇതിൻ്റെ മുമ്പുള്ള ഓണർ യൂസ് ചെയ്തത് എങ്ങനെയാണോ, അദ്ദേഹം എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്തത്, അതുപോലെ ഉണ്ടാവും നമ്മുടെ അവസ്ഥ. ഓക്കെ, അപ്പം വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.